sexy lady on the floor. And Safa, hot girl, nice. Our sensational hot girl, Safa and Lalumpi താമസിക്കുന്നു. ഒന്നും മഹിഷരെ പോണ്ടേടാ മരിച്ചിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ യൂണിവേഴ്സ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഹനാസ്, ഫസ്മിന, ലല്ലൂബി ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ബിഗ് ടി വിയിൽ ഒരു ന്യൂസ് കണ്ടു. ന്യൂസ് കണ്ട ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത് നോക്കിയത്. അഥവാ ഇൻഫ്ലുവൻസേഴ്സ് ഗുണ്ടായിസം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പനയിലോട് കൂടിയിട്ട് ബിഗ് ടി വി ഒരു ന്യൂസ് വിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫസ്മിന എന്ന് പറയുന്ന കുട്ടിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടത്. അതിനകത്ത് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള റീൽസ് അതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ കണ്ടു. പക്ഷേ എങ്കിൽ കൂടിയിട്ട് എനിക്കൊരു ഫുൾ ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ്, അത് കണ്ട ശേഷം എൻ്റെ ഫീഡിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു മേഡത്തിൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ ആണ് ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഫുൾ ക്രെഡിറ്റ് ചേച്ചിക്കാണ്. അപ്പോൾ ഈ വീഡിയോ, അപ്പോൾ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. Sexy lady on the floor. എന്റെ Safa, hot girl, nice. Our sensational hot girl, Safa and Lalumpi താമസിക്കുന്നു. ഒന്നും മഹിഷരെ പോണ്ടേടാ മരിച്ചിട്ട്. നിങ്ങളെ വഴിക്ക് ഇങ്ങനെ അവിഹിതങ്ങൾ ഉണ്ടാക്കി പോവുകയും നിങ്ങൾ ശാരീരിക സുഖങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ മാത്രം സഫർ ചെയ്യാൻ വേണ്ടി വിടരുത്. അങ്ങനെ ബിക്കിനി ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് വലിയൊരു അലിഗേഷൻ ആണ് സഫ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരാണിന് ഈ പറയുന്ന പോലെ ബിക്കിനി ഷൂട്ടൊക്കെ ഉള്ള ഫോട്ടോ അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് വലിയൊരു അലിഗേഷനാണ്. വീട്ടുകാരെ കൺവിൻസ് ചെയ്തിട്ട് ഇവനെ കല്യാണം കഴിച്ചിട്ട് അവസാനം ഇവൻ അഡപടലം മൂഞ്ചിച്ച ഒരു കുട്ടിയാണത് ഈ ഫസ്മിന എന്ന് പറയുന്നത്. അത് ആ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. നിങ്ങൾ വിടണം എന്ന് പറയുന്നില്ല. എന്ത് വിടണം? ഇമാതിരി ചേറ്റത്തരം ചെയ്ത് ഇവനെ വിടണം എന്നാണ് പറയുന്നത്. ഒരിക്കലും വിടരുത്. ഞാൻ പറയട്ടെ, ഫസ്മിനോടാണ്, നിയമത്തിനൊന്നും ഒരു മണ്ണാങ്കട്ടിയും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഗോ അഹെഡ്, ഇങ്ങനെ തന്നെ ചെയ്യണം. കാരണം അത് സഫർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ അങ്ങനെ സ്നേഹിച്ച് അങ്ങനെ കൊണ്ട് നടന്നിട്ട് അവസാനം നമ്മളെക്കാൾ പ്രിയോറിറ്റി ബാക്കി 10,000 പെൺകുട്ടികൾക്കാണ്. പിന്നെ അല്ലെങ്കിൽ അവരുടെ പരിപാടി തന്നെ ഇതാണ്, ഒരാളിൽ ഒതുങ്ങാൻ പറ്റില്ല. ഡെയിലി ഒരു 10 പെണ്ണുങ്ങളപ്പുറം പോയാലേ, പെണ്ണുങ്ങളെ വിളിച്ചാലേ പിന്നെ സ്വൈര്യം കിട്ടുള്ളൂ എന്നുള്ള ആൾക്കാരുടെ അപ്പുറം ലൈഫ് കുറച്ചു കാലമെങ്കിലും കൊണ്ടുപോയ ആൾക്കാർക്ക് മാത്രമേ അത് കഴിഞ്ഞുള്ള നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടു, നമ്മൾ ചതിക്കപ്പെടുകയായിരുന്നു ഇത്രയും കാലം എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് ഉള്ള ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുക എന്ന് പറയുന്നതുണ്ടല്ലോ, നിങ്ങൾ ഊഹിക്കുന്നതിലും അപ്പുറമാണത്. ആ ഒരു വീഡിയോന്റെ അകത്ത്, ഫസ്മിന ഇട്ട വീഡിയോന്റെ അകത്ത് ലാസ്റ്റ് പാർട്ടിൽ ഷി വാസ് ലിറ്ററലി ക്രൈയിങ്. അതാണ്, അത്രയും സഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടക്കാണ് ഈ തൊലിഞ്ഞ ന്യൂസ് ചാനൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഒരു കേസ് തെളിയുന്നതിന് മുന്നേ ഇങ്ങനെ ഈ രണ്ടുപേരുടെയും ഫേസ്, ഇപ്പൊ മെഹനാസിന്റെ ആണെന്നുണ്ടെങ്കിലും ഫസ്മിനാന്റെ ആണെന്നുണ്ടെങ്കിലും ഫേസ് വെച്ചിട്ട് നിങ്ങൾ ന്യൂസ് ഇറക്കുന്നത്? എന്ത് വൃത്തിയായിട്ട പരിപാടിയാണത്? ഞാൻ പറയട്ടെ, ഫസ്മിനയാണെങ്കിലും മെഹനാസ് ആണെന്നുണ്ടെങ്കിലും വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം. തുടങ്ങിയതല്ലേ ഉള്ളൂ. ബിഗ് ടിവിയോ ബിഗ് ചാനലോ നിങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ എന്തായാലും പൂട്ടിപ്പോട്ടെ. പിന്നെ വേറൊരു ഫസ്മിന വെച്ച വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അവരതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ബിഗ് ടി വി എന്ന് പറയുന്ന ആൾക്കാര് സംഭവ സ്ഥലത്ത് നിന്നും, എവിടെയാണെന്ന് അറിയും സംഭവം, ഇവരുടെ സ്റ്റുഡിയോ മുകളിലാണെങ്കിൽ സ്റ്റുഡിയോന്റെ താഴെയാണ് സംഭവം നടക്കുന്നത്. സ്റ്റുഡിയോന്റെ താഴെ നിന്നിട്ടാണ് ഇവര് പറയൂ, ഞാൻ കേൾക്കുന്നില്ല അതൊക്കെ. അല്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ അല്ലേ? നല്ലതാ, വളരെ നല്ലതാണ്. പിന്നെ ഇപ്പൊ ലല്ലൂമ്പി ആണെന്നുണ്ടെങ്കിലും പിന്നെ സഫയും ലല്ലൂമ്പിയും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഫസ്മിന പുറത്തു വിട്ടിട്ടുണ്ട്. സഫ നല്ല ചാറ്റുകൾ, സ്നാപ്പുകൾ സെൻഡ് ചെയ്തതിന്റെ ഒക്കെ കാര്യങ്ങൾ ഫസ്മിന പുറത്തു വിടുന്നുണ്ട്. എന്റെ സഫ, ഹോട്ട് ഗേൾ, നൈസ്. പിന്നെ കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, തേൻ കുടിച്ച് പരാഗണിച്ച് അങ്ങനെ നടന്നാ പോരെ, സെക്സി ലേഡി ഓൺ ദ ഫ്ലോർ, അതൊക്കെ പോലീസിന് കാണിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് കൊടുക്കണം. ഈ നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചോണം. ഓക്കെ, ഇനി വീഡിയോ പ്ലേ ചെയ്യാം. നീ
ശരിക്കും ഡ്രൈവറാണ് അല്ലേ? എപ്പം മുതൽ? അതായത് ഫെബ്രുവരി 14 കഴിഞ്ഞതിന് ശേഷം മുതൽ. ഇതിലെവിടെയെങ്കിലും ഭീഷണിപ്പെടുത്തി കൊങ്ങിക്ക് പിടിച്ച് അവനോട് സംസാരിക്കുന്നുണ്ടോ? നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. ഫെബ്രുവരി 14 കഴിഞ്ഞിട്ടാണ് ഇവൻ ഡ്രൈവർ എന്നുള്ള ടാഗ് ലൈൻ ഇവന് വന്നതെന്നാണ് ഇവൻ പറയുന്നത്. ഓക്കെ, ഇത് ഇവൻ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണ്. ബാക്കി കേട്ടോ. അതായത് ഈ ഡ്രൈവർ എന്ന് പറയുന്നത് സഫ, എന്റെ വൈഫ് ഡ്രൈവർ എന്ന് പറയുന്ന ചെക്കൻ ഇവനാണ്. ഇവൻ ഡ്രൈവർ ആയത് എപ്പോഴാ? അന്ന് ഞാൻ ഈ പിടിക്കുന്ന അന്ന് മുതലാണ് നീ അവളെ ഡ്രൈവർ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നീ വണ്ടി ഓടിച്ചായിരുന്നോ? ഡ്രൈവ് ചെയ്തായിരുന്നോ? ഊബർ ഓടിച്ചായിരുന്നോ? വണ്ടിയില്? സത്യം പറഞ്ഞ എന്റെ തെളിവുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നത്. കള്ളം പറഞ്ഞ ഓടിയിട്ടില്ല. നീ ഊബർ ഓടിയിട്ടേ ഇല്ല. നീ ഊബർ ഓടാനല്ല വണ്ടി എടുത്തു. ഞാൻ ഊബർ ഓടാൻ വേണ്ടിട്ടാ വണ്ടി എടുത്തു. പക്ഷെ ഊബർ ഓടിയിട്ടില്ല. ഞാൻ അന്ന് തന്നെ ഇഷ്യൂ വന്നില്ല. വണ്ടി എടുത്ത് തലേ നമ്മള് അവിടുന്ന് കണ്ട് മീറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങളുണ്ടായില്ലേ, അന്ന് അതിന്റെ പിറ്റേ തന്നെ ഞാൻ നാട്ടിൽ പോയതാ. നീ ആദ്യം അവൻ ഒന്ന് കള്ളം പറയാൻ നോക്കി. എന്റെ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആശാ നൈസായിട്ട് ഊബർ ഓടിച്ചിട്ടില്ല. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ കള്ളവെടിക്ക് പോകുന്ന സമയത്ത് ഇവൻ എസ്കോർട്ടിരുന്നു പുറത്ത്. നാട്ടുകാർ കണ്ടു, നാട്ടുകാർ പൊക്കി ചോദ്യം ചെയ്തു. അങ്ങനെ ഇവന്റെ ഫോൺ അടക്കം പിന്നെ കാറിൽ ഉപേക്ഷിച്ചിട്ട് ഉള്ള ജീവനം കൊണ്ട് ഇവൻ ഓടിക്കഴിഞ്ഞിട്ട് ആരുടെ ഫോണെന്നാണ് വിളിച്ചതെന്നറിയില്ല. ചിലപ്പോൾ ആരുടെയെങ്കിലും പരിചയക്കാരുടെയോ അങ്ങനെ എന്തെങ്കിലും ഫോണിലായിരിക്കും വിളിച്ചത്. കാരണം നാജിന്റെ സ്വന്തം ഫോണെന്നാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിമിനൊക്കെ ഒരിക്കലും ആ റെക്കോർഡ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. എങ്ങനെ റെക്കോർഡ് കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോ ആരോ ഫോണെന്ന് വിളിച്ചിട്ട് ഈ ലല്ലൂമ്പിനോട് വരാൻ പറഞ്ഞപ്പോ ലല്ലൂമ്പി ഊമ്പിച്ചു തിന്ന് തൂറിയാനെങ്കിലും ഒരു നന്ദി നിനക്ക് കാണിച്ചുകൂടെടാ നാജി. മറ്റേ ഇതിലോ പറഞ്ഞാൽ നിനക്കൊന്നും മഹിഷരെ പോണ്ടേടാ മരിച്ചിട്ട്. തിരൂരോ ആലപ്പുഴയിലോ എവിടെയോ പോയിട്ട് 2 റൂം എടുത്തു. ഒന്നിൽ നാജി താമസിക്കുന്നു, മറ്റേതിൽ അവർ സെൻസേഷണൽ ഹോട്ട് ഗേൾ സഫ ആൻഡ് ലല്ലൂമ്പി താമസിക്കുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഫസ്മിനി ആണെങ്കിലും പറയുന്നുണ്ട്. ഇതൊക്കെ പോലീസിന്റെ നോക്കെ ഫസ്മിനിയും പോലീസും കൂടി പോലീസിന്റെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ അന്വേഷിക്കാന്ന് പറയുന്നത്. നാജിനെ കൃത്യമായി ചോദ്യം ചെയ്തിട്ട് ഇവര് പോയിട്ടുള്ള ഹോട്ടൽ റൂമിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്റ്ററിലും CCTVയിലും ഒക്കെ ഉണ്ടാവും. ഫസ്മിനി അങ്ങനെ ഇട്ടത് കൊണ്ട് ആരും തൊട്ടിട്ട് ഈ ലല്ലൂമ്പിന്റെ ഊമ്പിത്തരങ്ങൾ ഇട്ടത് കൊണ്ടാണ് ഇത്രയും തെളിവുകൾ പിന്നെയും ഫസ്മിനൊക്കെ കിട്ടാൻ തുടങ്ങിയത്. അവിടെ വെച്ചിട്ട് ലല്ലൂമ്പിനെ കാണുന്നവരൊക്കെ വീഡിയോ എടുത്ത് അയക്കുന്നുണ്ട്. ഇതാ ഇന്ന പെൺകുട്ടീന്റെ കൂടെയുണ്ട്, ഇന്ന ആന്റീന്റെ കൂടെയുണ്ട്, ഇന്ന വല്യമ്മേന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഉണ്ടടാ നായേന്ന് എനിക്കെല്ലാം. നീല വായ്ത്താളം അടിക്കുന്നതല്ലേ ഉള്ളൂ. ഇവള് തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്, ഫസ്മിന തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. ഒരൊറ്റ തെളിവ് കൊണ്ടുത്താ നീ, കൊറേ ഒരൊറ്റൊന്ന് കൊണ്ടുത്താ. നീ പറയുന്നത് വായിട്ട് നാവിനില്ലാത്തോണ്ട് നമുക്ക് എന്തൊക്കെ പറഞ്ഞുകൂടാ. നിന്റെ നിജുവും നിങ്ങളൊക്കെ ഇരുന്നിട്ട് ഈ പറയുന്നത് പോലെ തെളിവ് സഹിതം കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ സക്കീർ ബായിക്ക്? അല്ല, സഫ ബായിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും മാരേജിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മ്യൂച്വലി രണ്ടാളും പിരിയുക. മനസ്സിലായില്ലേ? രണ്ടാളും 2 വഴിക്ക് തലാക്കോ പിന്നെ ഡിവോഴ്സോ എന്താന്ന് വെച്ചാൽ കൊടുക്കുക. അവനവന്റെ വഴിക്ക് പോവുക. നിങ്ങൾ നിങ്ങളെ വഴിക്ക് ഇങ്ങനെ അവിഹിതങ്ങൾ ഉണ്ടാക്കി പോവുകയും നിങ്ങൾ ശാരീരിക സുഖങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ മാത്രം സഫർ ചെയ്യാൻ വേണ്ടി വിടരുത്. പല സ്ത്രീകളുമായിട്ട് പോയി ചതിച്ച പെൺകുട്ടിയാണ് ഫസ്മിന. അത് നിങ്ങളത് നോർമലൈസ് ചെയ്യുകയാണ്. തലാഖിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പള്ളി കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുക. അതല്ല ലീഗലി മുന്നോട്ട് പോയിട്ട് തലാഖ് ചോദിക്കാൻ, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈസിലി തലാഖ് കിട്ടും. അങ്ങനെ ചെയ്യുക. പിന്നെ എന്നിട്ട് ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് സൂപ്പർ ആയിട്ട് ജീവിക്കുക. അത്രേ പറയാനുള്ളൂ. സഫേനോടാണ് മറുപടിയൊക്കെ കൊടുക്കണം കേട്ടോ. വാവുമായിട്ട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തോളൂ, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഷോർട്ട് ഫിലിമിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഇതിനൊക്കെയുള്ള ഉത്തരം ഹോട്ട് ഗേൾ ആയതിന്റെയൊക്കെ ഉത്തരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ വലിയ എലിഗേഷൻ ആണ്. അതല്ല എന്ന് സഫ തെളിയിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നീ അത് വന്നിരുന്ന് പറയുമ്പോൾ നീ അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ഫസ്മിനി അത് വന്ന് കൊണ്ടുവന്നിടും. അപ്പൊ നമുക്ക് കാണാലോ. അതല്ല നീ എങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വായും പൊത്തി മിണ്ടാണ്ട് ചെയ്ത തെറ്റൊക്കെ സമ്മതിച്ചിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പറയാ. എന്നിട്ട് നല്ല ഫോട്ടോ അയച്ചു കൊടുക്കാൻ ന്യൂസ് ചാനലിനെ വെക്കാൻ വേണ്ടിട്ട്. മനസ്സിലായില്ലേ?
പിന്നെ വളരെ കൃത്യമായിട്ട് ഫസ്മിന പറയുന്നുണ്ട്, ഫസ്മിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ഈ പറയുന്ന സഫൂംബിയും ലല്ലൂംബിയും നജൂംബിയും കൂടിയിട്ടാണെന്നുള്ളത്. നമുക്ക് ഇതിന്റെ ബാക്കി സഫേന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം. ഫസ്മിന, യു ആർ എ വെരി വെരി ബോൾഡ് ഗേൾ, ഗോ അഹെഡ്. അപ്പൊ ഗൈസ്, ഇതൊരു ലോങ് വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ ചേച്ചിയുടെ പ്രസന്റേഷൻ വളരെ മനോഹരമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാർട്ടുകൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തു. ഈ ചേച്ചി പ്രസന്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബോറടിക്കാത്ത രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്, എന്നാൽ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും തന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു സംഭവം ടോപ്പിക്കായിരുന്നത്. എനിക്ക് എന്താ, ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല, ഇതിനെക്കുറിച്ച് അറിയൂല. പക്ഷെ ഞാൻ ഈ പേരുകൾ പലയിടത്തും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല റീസെൻ്റ്ലി ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസും വന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. ഈ വീഡിയോ പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഗ്രഹിക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്. ഇപ്പോൾ ഇങ്ങനെ ഫസ്മിന എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടി ഫാമിലി സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടും ഒരാളെ സ്നേഹിച്ചിട്ട് ആളെ ചീറ്റ് ചെയ്തു എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ യൂബർ ഡ്രൈവർ ഇതിനകത്ത് വരുന്നു, പിന്നെ എന്തൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാനിപ്പോൾ ഇത് റീസെൻ്റ്ലി ഇന്നലെയാണ് ഇപ്പോൾ ഈ 3 ദിവസം മുമ്പാണ് ആ ബിഗ് ടി വിയിലെ ന്യൂസ് കണ്ടത്. അതിനുശേഷം ഇന്നലെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്തു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യമായിട്ട് ഒന്നും അറിയില്ല. അതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണ്, ഇതിൻ്റെ ട്രബിളിങ് എന്താണ്, അതുപോലെ തന്നെ ഇത് എവിടെ എത്തി നിൽക്കുന്നു ഒന്നും അറിയില്ല. ഈ സീരീസിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയാസും ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നേക്കാൾ കൂടുതലായിട്ട് അറിയുന്നവരായിരിക്കും മേ ബി കാണുന്നത് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും സുലാൻ.